MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയായ ഒരു കീമ പൊട്ടറ്റോ മസാലയാണ്. ഇതിനു വേണ്ടി 1/2 കിലോ ബീഫ് കീമ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തതാണ്. ഇത് നമുക്കൊരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് കീമയായതുകൊണ്ട് കുറച്ചധികം സമയമെടുക്കും വെന്ത് കിട്ടാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. ഒരു വിസിൽ കഴിഞ്ഞ് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഇപ്പോൾ നമ്മുടെ കീമ ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി ഇത് മസാലയിൽ കിടന്ന് ഒന്നുകൂടി വേവണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി 5 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 1 ബേ ലീഫും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. പൊടികൾ ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റാം. 2 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണിത്. ഇതുകൂടി ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരണം. ഇതിപ്പോൾ വെന്ത് ഇതിലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാനിത് ഇളക്കി കൊടുത്തിരുന്നു. 5 മിനിറ്റോളം ഒക്കെ എടുക്കും വെന്ത് കിട്ടാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കീമ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് ഇനി 2 ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഗ്രീൻ പീസ് ചേർത്തുള്ള ഒരു കീമയുടെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കീമക്കറിയാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം.
ഇപ്പോൾ നമ്മുടെ കീമ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഒരു 20-25 മിനിറ്റ് ഒക്കെ എടുക്കും ഇത് വെന്ത് കിട്ടാൻ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കീമയും അതുപോലെ പൊട്ടാറ്റോയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 3 പച്ചമുളക് മുറിച്ചതും കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കീമ പൊട്ടറ്റോ മസാല തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.